കർത്താവിലേക്ക് വലിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ ഷിബു പാസ്റ്റർ, പ്രിയർജി പാസ്റ്റർ കടന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ റിജി പാസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു നാട്ടുകാരാണ്, പക്ഷേ ഇവിടെ വെച്ചാണ് കാണാൻ പറ്റിയത്. സ്തോത്രം. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫാദറിലേക്ക് ശരിക്കും അറിയാമായിരിക്കും അല്ലേ? സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് മനോജ് എന്നാണ്. IPC സഭയുടെ ശുശ്രൂഷകനായിട്ട് കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ കാണുന്നതിൽ അധികം സന്തോഷമുണ്ട്. നല്ല പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാൻ ദൈവം സഹായിച്ചു. പാട്ട് പാടി പോയോ? കർത്താവ് സഹായിക്കട്ടെ. എല്ലാ നന്മകളായും ദൈവം നൽകട്ടെ. രണ്ട് സമയം നമ്മൾ ദൈവത്തിന് വചനം ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Acts chapter 3 verses 6, 7, 8. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. അവനെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. പ്രത്യേകിച്ച് നമ്മളെ ആരാധിക്കുവാനായിട്ട് കടന്നതാണ് അല്ലെ? ദൈവത്തെ ആരാധിക്കുവാൻ. സ്തോത്രം. എന്താണ് ആരാധന എന്നതിനെ പറ്റി എൻ്റെ ഒരു അനുഭവം പറയാം. ഒരിക്കൽ ഞാൻ എയർപോർട്ടിൽ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിക്കുവാനായി പോയി. അപ്പോൾ എൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, 2 മക്കൾ, ഡ്രൈവറുണ്ട്. സ്തോത്രം. ഞങ്ങൾ വളരെ ആവേശത്തോടെ അദ്ദേഹത്തെ വിളിക്കാൻ പോകും. കാരണം കോവിഡ് കഴിഞ്ഞ സമയമാണ്. എല്ലാവരും ഇന്ന് നാട്ടിൽ വന്നിട്ടില്ല. ഞങ്ങളുടെ നാട്ടിനടുത്തുള്ള പലരുടെയും ബോഡി ഈ ഗൾഫിലെ പല രാജ്യങ്ങളിൽ കിടപ്പുണ്ട്. സ്തോത്രം. അപ്പോൾ സുഹൃത്തിനെ വിളിക്കാൻ പോയി. ഞങ്ങൾ കുറെ നേരമായിട്ട് നോക്കി നിൽക്കുകയാണ്, കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ഇളയ മകനുണ്ട്. ആ ഇളയ മകനായി എൻട്രൻസിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞങ്ങളുടെ എല്ലാം ശ്രദ്ധ മാറിപ്പോയി. പക്ഷെ അവന്റെ ശ്രദ്ധ മാറിയില്ല. കാരണം അവൻ ആരെയൊക്കെ കാണണം, അവന്റെ പപ്പായും കാണണം. അദ്ദേഹത്തിന്റെ വൈഫ് വേറെ പല സ്ഥലത്തോട്ട് ശ്രദ്ധ പോയി. മൂത്ത മകൻ വേറെ ശ്രദ്ധയിലായി. ഞാൻ മൊബൈലിലേക്ക് നോക്കി. ഡ്രൈവർ കാറിലിരിക്കുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഡാഡി വന്നടാ. ഡാഡി ആരാ കണ്ടത്? നോക്കിയിരുന്ന ആരാ കണ്ടത്? അപ്പൊ ഇവിടെ പലതും സംഭവിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്നു. ഞാൻ ചിന്തിക്കുന്നു, അവിടെ പലരും നിന്നു, പക്ഷെ ആർക്കും ഒരു പ്രതികരണം ഉണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോട് എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രതികരിക്കാൻ തുടങ്ങി. അതാണ് ആരാധന. മനസ്സിലാക്കണം. ദൈവത്തോട് പ്രതികരിക്കുന്നതാണ്. ശബ്ദം ഉണ്ടാക്കണമെന്നില്ല, തുള്ളി ചാടണമെന്നും ഇല്ല. പല നിലയിലാണ്. ഞാൻ നോക്കിയപ്പോ ആ മകൻ ബഹളം ഉണ്ടാക്കി പ്രതികരിച്ചു. അപ്പൊ അടുത്തുനിന്ന് മൂത്ത മകനും പറഞ്ഞു, ശരിയാ വന്നത്. അങ്ങനെ പ്രതികരിക്കുന്നവരും ഉണ്ട്. സ്തോത്രം. കുറച്ചു കഴിയുമ്പോ ഞങ്ങൾ വെളിയിലേക്ക് നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് ചെയ്യുന്നു? കരയുന്നു. അതും പ്രതികരണത്തിന്റെ ഭാഗമാണ്. അവര് തുള്ളിയില്ല, ചാടിയില്ല, ബഹളം വെച്ചില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? കരഞ്ഞു. എന്താ കരയാൻ കാരണം? പലരുടെയും ബോഡി പലയിടങ്ങളിൽ ചെതറിപ്പോയി. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന്റെ ബോഡി ജീവനോടെ എയർപോർട്ടിൽ വന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് കണ്ണു നിറഞ്ഞ് ഒഴുകി. ഞാനും പ്രതികരിച്ചു. 4 പേരും 4 നിലയിലാണ് എന്ത് ചെയ്തത്? അപ്പൊ ഈ പല നിലകളിൽ നമുക്ക് ദൈവത്തോട് പ്രതികരിക്കാം. പക്ഷെ ഒരു പ്രതികരണം ഇല്ലാത്തവരുണ്ട്. അവരെ പറ്റി ബൈബിൾ പറയുന്നത് ഡെഡ് ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ മരിച്ചു. ആത്മാവിൽ മരിച്ചവർക്ക് ആത്മാവായ ദൈവത്തോട് പ്രതികരിക്കാൻ പറ്റുകയില്ല. പക്ഷെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച ഹൃദയദൃഷ്ടി. അപ്പൊ നമ്മള് എല്ലാവരുടെയും കൂടെ 2 പേരുണ്ട്, അതറിയാമല്ലോ. പഴയ മനുഷ്യരും പുതിയ മനുഷ്യരും. സ്തോത്രം. ചർച്ച വരുമ്പോഴൊക്കെ നമ്മൾ പുതിയ മനുഷ്യരാണ്. പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ പഴയ ആൾ തന്നെയാണ്. സ്തോത്രം. കാരണം ഇൻബിൽറ്റ് ക്യാരക്ടേഴ്സും അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല,
പള്ളിയിൽ ചേർന്നാലും പിന്നെ അഭിഷേകം പ്രാപിച്ചാലും അതിന് മാറുന്ന സ്വഭാവമുള്ള അച്ഛനത് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ അത് മാറത്തില്ല, പിന്നെ മാറും കുറേശ്ശെ എന്ത് ചെയ്യും. കാരണം ഞാൻ പറയാറുണ്ട്, ഈ ലോകം പാപമയത്തമുള്ള ഇൻഫ്ലുവൻസ് ഓഫ് സിൻ ഈസ് ദിയർ. ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശ്രമിച്ചുകൊണ്ട് പൗലോസ് പറയുന്നു, നന്മ ചെയ്യണമെന്ന് എനിക്ക് എന്നുണ്ട്, എങ്കിലും ഇച്ഛിക്കാത്ത തിന്മ എന്റെ ശരീരത്തിലെ അവയവങ്ങളിൽ, അപ്പൊ നമ്മുടെ ബോഡിയിലെ അവയവങ്ങളിൽ എന്തുണ്ട്? ഒരു തിന്മ ഉണ്ട്. ഇതിനെ ജയിക്കണമെങ്കിൽ ആത്മസാന്നിധ്യം കൊണ്ടേ പറ്റും. താമസം രക്ഷിച്ചാലൊന്നും ഈ പാപം മാറത്തില്ല. മാറണമെങ്കിൽ പാപത്തെ ജയിച്ചവരകത്ത് വരണം. പാപത്തെ ജയിച്ചവരാരാണ്? യേശു ക്രിസ്തു. യേശു അകത്ത് വരണം. അവരെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? രക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട നമ്മൾ പുതിയ ജീവിതത്തിലായി. അങ്ങനെ വന്നവർക്കാണ് ദൈവത്തെ ശ്രദ്ധിക്കുന്നു. അല്ലാതെ നമുക്ക് ദൈവത്തോട് പ്രതികരിക്കാൻ പറ്റത്തില്ല. ഒരു പാട്ടുപാടി എന്തൊക്കെയോ പറഞ്ഞു നമ്മൾ പോയി. സ്തോത്രം. പക്ഷേ ഇന്നത്തെ ഈ വർഷത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇടപെടണം. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മൾ വായിച്ച വേദഭാഗം, ഈ ബൈബിളിൽ ഞാനൊരു പേര് പറയാം. ഇതിന്റെ പേരാണ് ഗ്രാഫി. ഗ്രാഫി എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഗ്രാഫി എന്ന് പറഞ്ഞാൽ റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്. ഇതെന്താണ്? ഇതെല്ലാം എഴുതപ്പെട്ട ബൈബിളാണ്. ഇത് എഴുതപ്പെട്ടതാണ്. സ്തോത്രം. ഈ എഴുതപ്പെട്ട ബൈബിള് ഹിന്ദുക്കളുടെ വീട്ടിലുണ്ട്, മുസ്ലിംസിന്റെ വീട്ടിലുണ്ട്. അതുകൊണ്ട് വലിയ ഗുണമൊന്നും നോബലിൽ ക്രിസ്ത്യൻസിന്റെ വീട്ടിലുണ്ട്, വലിയ ഗുണമൊന്നുമില്ല. സ്തോത്രം. 91 സങ്കീർത്തനം വായിച്ചിട്ട് പോവാം. പക്ഷേ ഈ റിട്ടൺ വേർഡ് എന്തായി മാറണം? റേമ എന്ന് പറഞ്ഞാൽ റെവലേഷൻ, റിവീൽഡ് വേർഡ് ഓഫ് ഗോഡ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഓർത്തഡോക്സിലെ അച്ഛന്റെ കയ്യിലും കത്തോലിക്കലെ അച്ഛന്റെ കയ്യിലും പെന്തക്കോസ്തിലെ ഉപദേശിയുടെ കയ്യിലും എന്തുണ്ട്? ബൈബിളുണ്ട്. ഗുണമുണ്ടോന്ന് അറിയുന്നുണ്ട്. ഇത് എഴുതപ്പെട്ടതായിട്ട് ഇരുന്നാൽ ഒരു ഗുണവും അതെന്തായി മാറണം? റെവലേഷനായി മാറണം, റിവീൽഡ് വേർഡായിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ റേമയായിട്ട് മാറണം. സ്തോത്രം. ഈ റേമയാണ് ലോഗോസ് എന്ന് പറയുന്ന ക്രൈസ്റ്റിലേക്ക് പോകുന്നത്. സ്തോത്രം. നിങ്ങൾക്ക് എത്ര മനസ്സിലാക്കുന്നുണ്ട്? ഇതിന്റെ ഇടയിലാണ് ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തനം ഉണ്ടാകുന്നത്. വളരെ പ്രാർത്ഥന നമുക്ക് ആയിരിക്കാം. ദൈവത്തോട് പ്രതികരിക്കാൻ കഴിയുന്നെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു സ്തോത്രം പറയുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ നിർബന്ധിക്കുന്നില്ല. പ്രതികരിക്കാൻ പറ്റുന്നെങ്കിൽ ചെയ്യണം. സ്തോത്രം. കർത്താവ് സഹായിക്കണമേ. ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നും, ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നും, മാനസത്തിൽ ആദി പൂണ്ടു കേദീപം, സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. എന്റെ ദൈവം മഹത്വത്തിൽ ആഗ്രഹവാനായി, എന്റെ ദൈവം മഹത്വത്തിൽ ആഗ്രഹവാനായി ജീവിക്കുമ്പോൾ, സാധു ജ്ഞാനി ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നുള്ളം ചൊല്ലുന്നു, ഏതും കാര്യമില്ലെന്നുള്ളം ചൊല്ലുന്നു. നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അപ്പോസ്തലപ്രവൃത്തി 3-ന്റെ 6, 7, 8 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അപ്പോസ്തലപ്രവൃത്തിക്ക് വേറൊരു പേരുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. പരിശുദ്ധാത്മാവിന് ഞാനൊരു പേര് കൊടുക്കാം. അത് വേറൊന്നുമല്ല, പവർ സോഴ്സ്. സ്തോത്രം. പവർ സോഴ്സ്. ഒന്നുകൂടെ ഞാൻ വിശദമാക്കാം, സമയമില്ല എങ്കിലും സ്തോത്രം വേഗത്തിൽ പറയാം. ഈ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഞാനൊരു പ്രാവശ്യം നിൽക്കുകയാണ്. എനിക്ക് പൂനെക്ക് പോകണം, മീറ്റിങ്ങിന് പോവുകയാണ്. ഞാനിങ്ങനെ നിൽക്കാത്തരും. സ്തോത്രം. ഈ എൻ്റെ ട്രെയിന് ഈ എഞ്ചിനുമായിട്ട് ബന്ധമില്ലാതെ, സ്തോത്രം, എഞ്ചിനുമായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ, എഞ്ചിനുമായിട്ട് ബന്ധമില്ല. സ്തോത്രം. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇനി ഞാനെങ്ങനെ പോകും? നോക്കിയപ്പോ ഇത് ഈ ട്രെയിൻ ഈ എഞ്ചിൻ ഒറ്റയ്ക്ക് വരുന്നു. ഒറ്റയ്ക്ക് ഈ എഞ്ചിന് ബോഗിയുടെ ആവശ്യമൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ?
ഉണ്ടോ? എഞ്ചിൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും എവിടെ ചെല്ലും? പൂനെ ചെല്ലും. നിങ്ങൾ എന്നോട് പറഞ്ഞു കേട്ടോ, നിങ്ങൾ ഇപ്പൊ പൂനെ പോരുത്. എഞ്ചിൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും എവിടെ ചെല്ലും? പൂനെയില് ചെല്ലും. പക്ഷേ 3 ടയർ 2 ടയർ AC എല്ലാം എവിടെയാണ്? ബോഗിയിലാണ്. ചെയർ എല്ലാം എവിടെയാണ്? ചെയർക്കാരൊക്കെ എവിടെയാണ്? ഈ ബോഗിയിലാണ്. പക്ഷേ ഈ ബോഗി എഞ്ചിനുമായിട്ട് കണക്ട് ആയെങ്കിലേ സ്റ്റേഷനുകൾ താണ്ടി ഡെസ്റ്റിനേഷനിൽ എത്തത്തുള്ളൂ. ദൈവസഭയ്ക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അത് പാസ്റ്ററുടെ ഡെസ്റ്റിനേഷൻ അല്ല. ആണോ? പിന്നെന്താണ്? ഹോളി സ്പിരിറ്റിന്റെ. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ നോക്കിയപ്പോ ഈ എഞ്ചിനുമായിട്ട് ഈ ബോഗികളെല്ലാം എന്ത് ചെയ്തു? കണക്റ്റഡ് ആയപ്പോ പിന്നെ ഈ ബോഗികളൊന്നും ചെയ്യണ്ട. സ്തോത്രം. ബാക്കി എഞ്ചിൻ ചെയ്തോളൂ. ഞാൻ പറയാം, പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുള്ള സഭ എവിടെ എത്തണമെന്ന് ആത്മാവ് തീരുമാനിച്ചു. ഞാനിവിടെ ഇരിക്കുമ്പോൾ അസാധാരണ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇതിനകത്ത് നിറഞ്ഞ ദൈവസാന്നിധ്യമുണ്ട്. ആ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുന്നവർ എവിടെ എത്തണമെന്ന് തീരുമാനിക്കുന്നത് പിശാചല്ല, നമ്മുടെ എതിരാളികളല്ല, ദൈവസാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിലാണ് ദൈവത്തെ സ്തുതിക്കുക. ഈ പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അത് ചർച്ചിനെ ഫോം ചെയ്തു. ചർച്ചിനെ ഫോം ചെയ്തത് ആരാണ്? ഹോളി സ്പിരിറ്റാണ്. ഹല്ലേലൂയ. അല്ലേ? അതിന് വിശദമാക്കാൻ സമയമില്ല. ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നെ കുറിച്ച് പലരും പറയുന്നു. പലരും യേശുവിനെ പറ്റി പറഞ്ഞവര് നമ്മളെ പറ്റി എന്ത് പറയത്തില്ലേ? പറഞ്ഞോണ്ടിരിക്കുന്നു. യേശുവിനെ പറ്റി ചിലര് പറഞ്ഞു, അഭിപ്രായം പറഞ്ഞു. എന്റെ അഭിപ്രായം അറിയാമോ? സ്തോത്രം. വേശ്യയുടെ മകൻ. ആരാ? വേശ്യയുടെ. എല്ലാ പാസ്റ്റർമാരെയും ഒരു അച്ചിലൂടെ കാണരുത് കേട്ടോ, ഒരു ലെൻസിലൂടെ കാണരുത്. ശുശ്രൂഷയ്ക്ക് വ്യത്യാസമുണ്ട്. അല്ലെ? ആത്മാവ് ഒന്ന്, ശുശ്രൂഷയ്ക്ക് ഇവിടുത്തെ ശുശ്രൂഷ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവഹിതമില്ലാത്ത ഒരിടത്ത് പോലും എന്നെ വിടുന്നു. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? അപ്പോൾ യേശു ചോദിക്കുക, നിങ്ങൾക്ക് എന്നെ കുറിച്ച് അഭിപ്രായമുണ്ട്? അവർ പറഞ്ഞു, ആശാരിയുടെ മകൻ. ആരുടെ മകനാ? വേശ്യയുടെ മകൻ. ഇതൊക്കെ എന്താ? അഭിപ്രായമാണ്. ചിലര് പറഞ്ഞു, അല്ലല്ല, ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. അത് അറിവാണ്. അതെന്നാ? അപ്പൊ അഭിപ്രായം പറയാം. ആരും ഉറങ്ങരുത് കേട്ടോ. നല്ല രസമാണ് ഈ ചൂടത്ത് AC-ക്കകത്തിരുന്ന് പെട്ടെന്ന് ഉറങ്ങിപ്പോ. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് യേശുവിനെ പറ്റി അഭിപ്രായം പറഞ്ഞവരുണ്ട്, യേശുവിനെ പറ്റി അറിവ് പറഞ്ഞവരും. അപ്പൊ യേശുവിന് അതുകൊണ്ട് തൃപ്തി വന്നില്ല. തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ കുറിച്ച് വല്ലതും പറയാറുണ്ടോ? അപ്പൊ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അത് അറിവുമല്ല, അഭിപ്രായമല്ല. യേശു പറഞ്ഞു, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത്. അപ്പൊ ഇതെന്തായിരുന്നു? വെളിപ്പാടായിരുന്നു. ചിലർ അഭിപ്രായം പറയും, ചിലർ അറിവ് പറയും. എന്നാൽ വെളിപ്പാടിലാണ് സഭ പണിയപ്പെടുന്നത്. വെളിപ്പാടുള്ള 2 പേര് മതി സഭ പണിയുന്നത്. വെളിപ്പാടുള്ള ഒരാളെ കൊണ്ട് ദൈവം പണിയിപ്പിക്കും ചർച്ച. അപ്പൊ യേശു പറഞ്ഞു, സ്തോത്രം, ഞാൻ എന്റെ സഭയെ പണിയും. ഏതിന്മേൽ? നിന്റെ ഈ വെളിപ്പാടിന്മേൽ. മനസ്സിലാക്കുന്നുണ്ട്? നിന്റെ ഈ വെളിപ്പാടിന്മേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കണം. എവിടെയാണ് സഭ തകരപ്പെടുന്നത്? അഭിപ്രായം കൂടുമ്പം. അറിവുള്ള ഒരു കുടുംബം സഭ എന്ത് ചെയ്യാൻ പോകും? ഡൗൺ ആകും. പക്ഷെ വെളിപ്പാടുള്ളവൻ വരുമ്പം സഭ പണിയപ്പെടും. സഭ പണിയപ്പെടുന്നത് റിയാല് കൊണ്ടല്ല കേട്ടോ. ആണോ? അങ്ങനെയാണ് ഇവിടുത്തെ കാശുകാരുടെ ഇതിന് ചർച്ച. സ്വന്തം. പക്ഷെ സഭ റിയാല് കൊണ്ടല്ല പണിയപ്പെടുന്നത്. സഭ പണിയപ്പെടുന്നത് വെളിപ്പാടിന് മേലാണ്. ഈ വെളിപ്പാട് ആരാ കൊടുത്തത്? ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ സ്തോത്രം. അങ്ങനെ വെളിപ്പാടിന്മേൽ പണിയപ്പെട്ട സഭ, അതിനൊരു ഫോം കിട്ടിയത്, ഒരു രൂപം കിട്ടിയത് ആര് വന്നപ്പോഴാണ്? പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവിന് ചിലത് എന്തോ കൊടുക്കും? രൂപം കൊടുക്കും. എഹെസ്കേൽ 37 പരിശുദ്ധാത്മാവ് ഷേപ്പ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഷേപ്പ്ലെസ് ആയി കിടന്ന ഡ്രൈ ബോൺസ്, മനസ്സിലാകുന്നുണ്ടോ? ഡ്രൈ ബോൺസ്, ഉണങ്ങിയ അസ്ഥികൾ, അതിനെന്തോ ഇല്ല, അതിന് ഷേപ്പ് ഇല്ല, ഷേപ്പ് ഇല്ലാതെ കിടക്കുക. പക്ഷേ ഈ ഷേപ്പ് ഇല്ലാതെ കിടക്കുന്നതിനെ ദൈവത്തിന് എന്ത് ചെയ്യണം?
ഉപയോഗിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അതിനെന്താ കിട്ടണം? ഷേപ്പ് കിട്ടണം, ജീവൻ കിട്ടണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാറുണ്ട്, ബന്ധമില്ലാതെ കിടക്കുന്നതിന് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞപ്പോ ഈ അസ്ഥികളെല്ലാം കൂടെ ഒന്നായി. സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കാലിന്റെ അസ്ഥി വന്ന് തലയിൽ കയറിയിരുന്നെങ്കിൽ. അപ്പൊ പരിശുദ്ധാത്മാവ് യോജിപ്പിച്ചാൽ യോജിപ്പിക്കേണ്ടതിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ. മനുഷ്യൻ യോജിപ്പിച്ചാൽ തകർന്നു പോകും. അതുകൊണ്ടാണ് ദൈവം തന്നെ പറഞ്ഞത്, ദൈവം യോജിപ്പിച്ചതിനെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു വലിയ വെളിപ്പാടിലേക്ക് ദൈവം തന്നെ കൊണ്ടുപോവുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ആദ്യം കൊടുത്തത് ഒരു രൂപമാണ്. സ്തോത്രം. ഈ ഷേപ്പില്ലാത്ത ചർച്ച ഉണ്ട് കേട്ടോ. സ്തോത്രം, സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ചിന്തിച്ചോളാം, നമ്മുടെ ചർച്ചയിൽ ഷേപ്പ് ഉണ്ടോ? നമുക്ക് ഷേപ്പ് ഉണ്ടോ? ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കണം. എനിക്ക് എന്തോ വേണം? ഒരു ഷേപ്പ്. അപ്പൊ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് ചർച്ചിൽ എന്തോ എടുത്തു. അതുവരെ 12 പേരെ ഉള്ളായിരുന്നു. ഈ 12 പേരെ കൊണ്ട് പോയാൽ ഒരു ഷേപ്പും ഇല്ല. അപ്പൊ പരിശുദ്ധാത്മാവ് ഇറങ്ങി 120 പേരെ കൂട്ടി. 12ന്റെ കൂടെ. സ്തോത്രം. ഇപ്പൊ ടോട്ടൽ എത്ര ഉണ്ട്? 120 പേര് ഒരുമിച്ച് വന്നപ്പോൾ it was known as the birthday of the church. അതെന്തായിരുന്നു? സഭയുടെ ജന്മദിനം. പരിശുദ്ധാത്മാവിനാലാണ് സഭ ജന്മം കൊണ്ടത്. അത് എവിടെയുണ്ട്? അപ്പോസ്തല പ്രവൃത്തിയിൽ ഉണ്ട്. സ്തോത്രം. ഇങ്ങനെ ജന്മം കൊണ്ട സഭയ്ക്ക് ജന്മം മാത്രം പോലെ ജനിച്ച കൊച്ചിൽ എന്തോ വേണം? ശക്തി വേണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞിന് ഫുഡ് കിട്ടുന്നത് നേവൽ കോഡ് വഴിയാണ്, അല്ലേ? പൂക്കൾക്കൊടി വഴിയാണ്. സ്തോത്രം. പക്ഷെ ആ കുഞ്ഞിനെ ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? അതങ്ങ് കട്ട് ചെയ്യും. സ്തോത്രം. അത് കട്ട് ചെയ്യുമ്പോൾ മുതൽ ആ കൊച്ചു കിടന്ന് എന്ത് ചെയ്യുക? ബഹളം വെക്കുക. എന്താ കാര്യം? ഇതുവരെ ആഹാരം കിട്ടിക്കൊണ്ടിരുന്ന ആ ചാരൽ എന്ത് ചെയ്തു? ദൂത് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കണം. ആ ചാരൽ എന്ന് കട്ടായി പോയി. സ്തോത്രം. കട്ടായപ്പോ വിശപ്പ് എന്ത് ചെയ്തു? കൂടി. നല്ല സ്നേഹമുള്ള അമ്മ മാറോട് ചേർത്ത് വെച്ചിട്ട് അമ്മിഞ്ഞ പാല് കൊടുക്കും. സ്തോത്രം. അടിക്കോ? കുടിക്കണമെന്ന് പറഞ്ഞു. അടിക്കോ? ഇല്ല. ശിശുക്കളുടെ ഈ മുല കുടിക്കുന്നതിന്റെ വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ചില സോഴ്സ് ദൈവം കട്ട് ചെയ്ത് എന്തിനാണെന്നറിയാമോ? സ്വന്തമായിട്ട് നിർത്താൻ, ഭാവിക്കാൻ. ഇതുവരെ പലതും കിട്ടിക്കൊണ്ടിരുന്നത് സ്റ്റോപ്പ് ആകുമ്പോൾ വിഷമിക്കരുത്. എന്നെ എന്റെ സ്വന്തം കാര്യം നിർത്താനാണ് ചിലരെ കട്ട് ചെയ്യുന്നത്. മനസ്സിലാക്കണം. ഇന്ന് ഈ വചനം എന്നെ ബലപ്പെടുത്തി. സ്തോത്രം. ഞാനോട് കട്ടായെങ്കിലും എക്സ്റ്റേണൽ ആയിട്ട് ഫുഡ് കിട്ടേണ്ട സോഴ്സ് ദൈവം നേരത്തെ എന്തിയിരുന്നു? ഒരുക്കി. ഇനി പകൽ ഈ ചർച്ചയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ദൂതായി പറയുന്നത്, ചിലത് കട്ടാകുന്നത് കൊണ്ട്, ചില ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ട്, ചില സ്നേഹങ്ങൾ കുറഞ്ഞു പോകുന്നത് കൊണ്ട് ഭാരപ്പെടേണ്ട മറ്റെന്തൊക്കെയോ വഴികൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് സഭയെ ശക്തിപ്പെടുത്തി. ഒന്ന് രൂപപ്പെടുത്തി, രണ്ട് ശക്തിപ്പെടുത്തി. ഈ രൂപം മാത്രം പോരാ, പിന്നെ എന്തോ വേണം? ശക്തിയും കൂടെ വേണം. സ്തോത്രം. ശക്തിപ്പെടുത്തി. സ്തോത്രം. പിന്നീട് ഞാൻ ചിന്തിക്കുകയാണ്, ജെറുസലേമിൽ, യഹൂദ്യയിൽ, ശമരിയയിൽ, ഭൂമിയുടെ അറ്റത്തോളം ഇത് എന്ത് ചെയ്തു? വിശാലമാക്കി. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? പറഞ്ഞേ, വിശാലമാക്കും. നമ്മൾ തന്നെ പറയണം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വിശാലമാക്കും. ഇത് രൂപം കൊടുത്തിട്ട് അത് പോവല്ല. രൂപം കൊടുത്തതിന് എന്തോ കൊടുക്കും? ശക്തി കൊടുക്കും. ശക്തിപ്പെട്ടത് എന്തായിക്കോളും? സഭ വിശാലമാകാത്തതിന്റെ കാരണം നിങ്ങളെ കുറ്റപ്പെടുത്തുമല്ലേ? ഇത് വചനമാണ്. സഭ ശക്തിപ്പെട്ടാൽ അതെന്താകും? സ്പ്രെഡാകും, വിശാലമാകും. സ്തോത്രം. വിശാലമായ സഭയുടെ മുമ്പിലെ തടസ്സങ്ങളെ ദൈവാത്മാവ് നീക്കി. ഈ സഭയ്ക്ക് എന്തോ ഉണ്ടായി? ഒത്തിരി തടസ്സങ്ങൾ അല്ലേ? അപ്പോസ്തലന്മാരെ പിടിച്ചെന്ത് ചെയ്തു? കാരാഗൃഹത്തിൽ ദൂതൻ ഇറങ്ങി തടസ്സങ്ങളെ മാറ്റാൻ തുടങ്ങി. ശക്തിയുള്ള സഭയ്ക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. വിശാലമായ സഭയ്ക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. ഇറങ്ങിയ തടസ്സങ്ങളെ മുഴുവൻ, തടസ്സങ്ങൾ നീക്കുക മാത്രമല്ല, സാധാരണക്കാരെ അസാധാരണക്കാരായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പത്രോസ്, യോഹന്നാൻ അവർ പഠിപ്പില്ലാത്തവരായിരുന്നു. വായിക്കണം ബൈബിളിൽ. അവരാരായിരുന്നു? സ്തോത്രം. അവർ പഠിപ്പില്ലാത്തവരായിരുന്നു. ഈ പഠിപ്പില്ലാത്തവരെ ആത്മാവ് ആരാക്കി? അസാധാരണക്കാരാക്കി. അങ്ങനെ പത്രോസിനെയും യോഹന്നാനെയും അസാധാരണക്കാരാക്കി മാറ്റിയ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 3 നാം വായിക്കുന്നത്.
വളരെ വേഗത്തിൽ അത് ചിന്തിച്ചിട്ട് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം 3-ാം അധ്യായം തുടങ്ങുന്നത് പത്രോസും യോഹന്നാനും എവിടെ പോവുകയാണ്? പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്, ദൈവാലയത്തിലേക്ക് പോവുകയാണ്. സ്തോത്രം. അങ്ങനെ പോകുമ്പോൾ അവിടെ ജെറുസലേം ദേവാലയമാകട്ടെ ബാക്ക്ഗ്രൗണ്ട്. ഈ ജെറുസലേം ദേവാലയത്തിന് ഒത്തിരി വാതിലുകളുണ്ട്. ഒത്തിരി വായിച്ചിട്ടുണ്ടോ? ആട്ടുവാതിൽ, മീൻവാതിൽ വായിച്ചിട്ടുണ്ടോ? വായിക്കട്ടെ, എന്നെ അത് ചിന്തിച്ചിരിക്കുകയല്ലേ. സ്വന്തം ആട്ടുവാതിൽ, മീൻവാതിൽ. അതുപോലെ ഒരു ഗേറ്റ് ആണ്, എ ഗേറ്റ് കോൾഡ് ബ്യൂട്ടിഫുൾ എന്നാണ് എഴുതിയത് അല്ലേ? എ ഗേറ്റ് കോൾഡ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ സുന്ദരം എന്ന ദേവാലയ, മലയാളത്തിൽ ഗോപുരം എന്ന, പക്ഷെ ഇംഗ്ലീഷിൽ അതെന്താ? ഗേറ്റ് ആണ്. സ്വന്തം. ഈ സുന്ദരം എന്ന് വെറുതെ എഴുതിയിരിക്കുകയാണോ? അല്ല, ഇതിന്റെ പിന്നിൽ എന്തുകൊണ്ട്? ഒരർത്ഥമുണ്ട്, ഒരു മീനിങ്. എന്താ സുന്ദരം എന്ന് പറയാൻ കാരണം? സ്തോത്രം. ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരം കൂടാതെ പല വാതിലുകളാണ് ഈ ജെറുസലേം ദേവാലയത്തിൽ ഉണ്ട്. സ്തോത്രം. ഈ ഗേറ്റിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചു. ഞാൻ ഒരു വാക്ക് കേട്ടാൽ അതിനെപ്പറ്റി ചിന്തിക്കും. സ്തോത്രം. എന്താ ഇങ്ങനെ സുന്ദരം എന്ന് പറയാൻ കാരണം? ഒരു ബാക്ക്ഗ്രൗണ്ട്. കൊരിന്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് ഏറ്റവും വിലയേറിയ ബ്രാസ് അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഗേറ്റ് ആണ് ഏത്? സുന്ദരം എന്ന ഗേറ്റ്. ഈ സൂര്യൻ അസ്തമിക്കുമ്പോൾ അസ്തമാന സൂര്യന്റെ കിരണങ്ങൾ ഈ ബ്രാസിലേക്ക് വന്ന് അടിക്കും. സ്തോത്രം. അടിക്കാൻ നേരം ഇത് സുവർണ ശോഭയുള്ളതായി. ആ കാലത്ത് ജെറുസലേം ദേവാലയം കാണാൻ നിരവധി ടൂറിസ്റ്റേഴ്സ് വരുമായിരുന്നു. സ്തോത്രം. അതിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. എന്താ വിളിച്ചു പറഞ്ഞത്? മനസ്സിലാക്കുന്നുണ്ടോ? ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ഇത് എത്ര സുന്ദരമാണ്. ഒരാൾ പറയാൻ നോക്കിയിരിക്കുകയാണ്, ബാക്കിയുള്ളവരോട് ആരെങ്കിലും അന്യഭാഷ പറഞ്ഞിട്ട് ഞാനോട് പറയാം. ആരെങ്കിലും സ്വതന്ത്രം ചെയ്യണം, ഞാനോട് സ്വതന്ത്രം ചെയ്യും. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ആരും പറയുന്നില്ല. വചനോട് ചെന്ന് ഇരിക്കേണ്ട ഒരു നിയോഗം പറഞ്ഞോണം. ഇവിടെ പറയുകയാണ്, വചനത്തിൽ പറയുന്നു, ഹൗ ബ്യൂട്ടിഫുൾ, എത്ര സുന്ദരമാണ്. സ്വന്തം പ്രകൃതി തന്നെ സൗന്ദര്യമുള്ളതാണ്. അപ്പൊ ഈ ആർട്ടിഫിഷ്യലൂടെ ചേർന്നാലും വളരെ മനോഹരമായിട്ട്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, സ്തോത്രം, ഈ സിറ്റി തന്നെ ഒരു ആർട്ടിഫിഷ്യൽ സിറ്റിയാണ്. അതിനകത്ത് ആളുകൾ മയങ്ങിപ്പോയി. സ്വന്തം. എന്നാൽ മയങ്ങാതെ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ആളുകൾ പറഞ്ഞു നല്ല സൗന്ദര്യം, നല്ല സുന്ദരമാണെന്ന് പറഞ്ഞു. പക്ഷേ അതിന് താഴെ ഒരാൾ ഇരിപ്പുണ്ട്. അതത്ര സൗന്ദര്യമുള്ള കാഴ്ചയൊന്നുമല്ല. അയാൾ ആരാണെന്ന് അറിയാമോ? അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യൻ. സ്തോത്രം. എന്നെ ചിന്തിപ്പിച്ചു, എത്ര ആർട്ടിഫിഷ്യൽ ആയിട്ട് ലോകത്തെ നമ്മൾ ചവയിച്ച് ചൊരുക്കിയാലും ചില റിയാലിറ്റീസ് ഉണ്ട്. സ്തോത്രം. സ്തോത്രം. എത്ര പൗഡർ ഇട്ടാലും, സ്തോത്രം, എത്ര ഫെയർ ഓവർ തേച്ചാലും, സ്തോത്രം, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രോബ്ലംസ് ഉണ്ട്. നയമാരായിരുന്നു? പരാക്രമശാലി. വീട്ടിൽ ചെല്ലുമ്പോഴും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വീട്ടിൽ ചെല്ലുമ്പോ അവനാരാ? കുഷ്ഠരോഗി. അവൻ സൈന്യത്തിന് മുമ്പ് നിൽക്കുമ്പോ അവനാരാ? പരാക്രമ. പക്ഷെ പേഴ്സണൽ ലൈഫിൽ അവനാരാണ്? നിങ്ങൾ ശക്തമായിട്ട് ചിന്തിക്കണം, ആത്മാവിൽ ചിന്തിക്കണം. ദൈവാത്മാവ് എന്നെ വളരെ ആഴമായിട്ട് പഠിപ്പിച്ചൊരു ദൂതൻ പേഴ്സണൽ ലൈഫിലാണ് പലരും പരാജയപ്പെട്ടു പോകുന്നത്. പബ്ലിക് ലൈഫിൽ എല്ലാവരും ആരാ? എല്ലാവരും വീരന്മാരാണ്. പക്ഷേ പേഴ്സണൽ ലൈഫിൽ തോറ്റുപോയവൻ. നിങ്ങൾ നോക്കി, സുന്ദരമായ ഗേറ്റിന്റെ മുമ്പിൽ അത്ര സൗന്ദര്യമില്ലാത്തൊരു വ്യക്തി ഇരിക്കും. എന്റെ ഭാഷയിൽ പറഞ്ഞ ചട്ടുകാരൻ അല്ലേ? ആരാണ്? മുടന്തൻ. ഈ പ്രശ്നം എന്തുകൊണ്ട് തുടങ്ങിയതാണ്? ഇവന്റെ പ്രോബ്ലം എന്തുകൊണ്ട് തുടങ്ങിയതാണ്? അവിടെ എഴുതിയിട്ടുണ്ട്, ഗർഭം മുതലേ. അവിടെ നിന്ന് ചിന്തിക്കണം. ഇന്നത്തെ ആളുകളായിരുന്നെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കിയിരുന്നു അല്ലേ? സ്വന്തം. ഇന്നത്തെ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ, അമ്മയായിരുന്നെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് സ്കാൻ ചെയ്ത് നോക്കും. അങ്ങനെ പ്രഷറുള്ള ഒരു കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരത്തില്ല. കൊണ്ടുവരൂ. സാധാരണ പ്രശ്നങ്ങളെ ഒളിപ്പിക്കാനേ ആളുകൾ നോക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ മനുഷ്യന്റെ അമ്മയുടെ ഗർഭം മുതലേ ഇവൻ പ്രശ്നമുള്ളവനാണ്. ഈ പ്രശ്നമുള്ളവന്റെ പ്രത്യേകത, അല്ലെങ്കിൽ അടുത്തത്, ഇവനെ ആളുകൾ എന്ത് ചെയ്യുക? ചുമന്നുകൊണ്ട്. ഇവന് തന്നെ പ്രശ്നമുണ്ട്. രണ്ട്, മറ്റുള്ളവർക്ക് ഇവനൊരു ഭാരമാണ്. ചുമന്നുകൊണ്ട് എന്ത് ചെയ്യുക? അടുത്തത്, സ്തോത്രം, ഈ പ്രശ്നം ഇവിടെ ആരാക്കി? ഭിക്ഷക്കാരൻ. വളരെ സിമ്പിളാ. വലിയൊരു ടോപ്പിക് എടുക്കാനൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ട് നടക്കത്തില്ല. സ്വന്തം പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരണം. അപ്പൊ ഒന്ന് മുടന്തൻ, രണ്ട് ആൾക്കാർ ചുമന്നുകൊണ്ട് നടക്കുന്നവൻ, മൂന്ന് ഭിക്ഷക്കാരൻ. ഇത്രയും പ്രശ്നം ആർക്കുണ്ട്? ഈ മനുഷ്യന്. ഇദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ?
ആർക്കെങ്കിലും പറയാം 40-ലധികം വയസ്സുണ്ട്. സ്തോത്രം. ഈ പുസ്തകം ശരിക്കും വായിക്കണം. 40-ലധികം വയസ്സുണ്ട്. ഇത്രയും പ്രായമുള്ള മനുഷ്യൻ 40 വർഷം കൊണ്ട് ആരാ ഉടന്തൽ? 40 വയസ്സുകൊണ്ട് വർഷം കൊണ്ട് ഭിക്ഷക്കാരൻ. 40 വർഷം കൊണ്ട് മറ്റുള്ളവർക്കൊരു വേണം. ഇത്രയും പ്രശ്നമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഗേറ്റിന്റെ ചുവട്ടിൽ എന്നെ കർത്താവ് ചിന്തിപ്പിച്ചു. ഇതുവഴി 40 വർഷം കൊണ്ട് പലരും പോയി. സ്വന്തം എന്നെ ഇങ്ങോട്ട് കൊണ്ട് അച്ചാരുടെ പറഞ്ഞു 30-ലധികം വർഷമായതുകൊണ്ട് വന്നിട്ട് അല്ലെ. ഇതുപോലെ ചിന്തിച്ചാൽ സ്വന്തം 40-ലധികം വർഷം കൊണ്ട് ഇവൻ ഇരിക്കുന്ന ആ സ്ട്രീറ്റിൽ കൂടെ പലരും പോയി. 1 റിയാൽ കൊടുത്തവരുണ്ട്, 50 പൈസ കൊടുത്തവരുണ്ട്, പലതും കൊടുത്തവരുണ്ട്. പക്ഷെ അവന്റെ പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ല. ആത്മാവ് വിളിച്ചു പറയാം, ആ സമയത്താണ് അഭിഷേകമുള്ള 2 പേര് വരുന്നത്. അഭിഷേകത്തിന്റെ വില ലോകം തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. അഭിഷേകത്തിന്റെ വില ലോകം തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയാം, 40 ദിവസം നീണ്ടു നിന്ന ഗോലിയാത്തിന്റെ വെല്ലുവിളി അഭിഷേകമുള്ള ദാവീദ് ഒറ്റ കല്ലുകൊണ്ട് തീർത്തു. 40 ദിവസം കൊണ്ട് നീണ്ടു നിന്ന ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ അവിടുത്തെ ഒരു പട്ടാളക്കാരന് പറ്റിയോ? ഇല്ല. പക്ഷെ അഭിഷേകമുള്ളവന്റെ ഒരു കല്ലുകൊണ്ട്. എത്ര ദിവസത്തെ ചലഞ്ചാണ്? 40 days ചലഞ്ച്. 40 ദിവസത്തെ വെല്ലുവിളി ഒരു കല്ലുകൊണ്ട് തീർണമെങ്കിൽ അത് ആരുടെ കിട്ടണം? അത് പറയും. അത് അഭിഷേകമുള്ളവന്റെ കൈകൊണ്ടേ പരിഹാരമുള്ളത്. നിങ്ങളുടെ പലരുള്ള ദൂത ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അഭിഷേകമുള്ളവന്റെ കൈകൊണ്ടേ പരിഹാരമുള്ളൂ. അവിടെ പീരങ്കി ഇല്ലാഞ്ഞിട്ടാണോ? ഹൈഡ്രജൻ ബോംബ് ഹൈഡ്രജൻ ഇല്ലാഞ്ഞിട്ടാണോ? ആണോ? അല്ല പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അഭിഷേകമുള്ളവരെ ദൈവത്തിന് ലോകത്തിന്റെ മുമ്പിൽ മാനിഫെസ്റ്റ് ചെയ്യണമായിരുന്നു. ഈ വൈകുന്നേരം പരിശുദ്ധാത്മ നിങ്ങളുടെ സഭയോട് ദൂതായി വിളിച്ചു പറയുന്നു, അഭിഷേകമുള്ളവരെ ദൈവം മാനിഫെസ്റ്റ് ചെയ്തിരിക്കും. അവരെ പുറത്തു കൊണ്ടുവന്നിരിക്കും. അഭിഷേകം പ്രാപിച്ചവർ 2 പേരും കൂടെ ആ സ്ട്രീറ്റിൽ കൂടെ നടക്കും. എല്ലാവരും നടക്കുന്നത് പോലെ അല്ല ഇപ്പൊ ആര് നടക്കുന്നത്? പത്രോസും യോഹന്നാനും. സ്തോത്രം. ഈ മനുഷ്യൻ, ഈ പക്ഷക്കാരന്റെ സ്വഭാവമുണ്ട്. അവരൊരിക്കലും ഒരു സ്ഥലത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല. എന്താ കാര്യം? മനസ്സിലാകുന്നുണ്ടോ? ഒരാൾ വരുന്നു, വേറൊരാൾ വരുന്നു. സ്തോത്രം. ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു. അവന്റെ നോട്ടം എപ്പോഴും സ്തോത്രം ആ സൈഡിലോട്ടാണ്. കാരണം വന്നവരെ ഒന്നും ഒരു വിഷയമല്ല, വരാനുള്ളവരോടാണ്. പക്ഷക്കാരെ കണ്ടിട്ടുണ്ടോ? എന്നെ ചിന്തിപ്പിച്ചത്, പത്രോസ് ഇവന്റെ അടുക്ക വന്നിട്ട് പത്രോസിനെ ഇവൻ എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. പത്രോസ് പറഞ്ഞു, ഞങ്ങളെ നോക്കുക. എല്ലാവർക്കും ആഗ്രഹം ഞങ്ങളെ ഒന്ന് നോക്കണം. ഇതുപോലെ ആരും പറഞ്ഞു. പത്രോസ് പറഞ്ഞു, ഞങ്ങളെ അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങളെ നോക്കുക. എന്തുകൊണ്ട് ഞങ്ങളെ നോക്കാൻ പറയുന്നത്? സ്വന്തം. അതിനൊരു അർത്ഥമുണ്ട്. ഒന്ന്, ഞങ്ങൾ അയക്കപ്പെട്ടവരാണ്. ഞങ്ങൾ ആരാ? അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ വെറുതെ പോകുന്നവരല്ല, ഞങ്ങൾ അയക്കപ്പെട്ടവരാണ്. 2, ഞങ്ങൾ അധികാരമുള്ളവരാണ്. ഞങ്ങൾ ആരാ? രോഗികളെ സൗഖ്യമാക്കുവീൻ എന്ന് പറഞ്ഞ അധികാരം പറഞ്ഞാണ് യേശുവരെ എത്തിക്കുന്നത്. അധികാരമുള്ളവരാണ്. 3, അനുഭവമുള്ളവരാണ്. എത്ര കാര്യം പറഞ്ഞു? 1, അയക്കപ്പെട്ടവൻ. 2, അധികാരമുള്ളവൻ. 3, അനുഭവമുള്ളവൻ. ഇവരെ നോക്കാനാണ് ആര് പറയുന്നത്? പത്രോസ് നോക്കിയപ്പോ ഈ വിഷക്കാരൻ വിചാരിച്ചു കൂടുതൽ വല്ലതും കിട്ടുമായിരിക്കും. എന്റെ ഭാഷ പറഞ്ഞാൽ 50 ആണല്ലോ കൂടിയത്, 50 കിട്ടുമായിരിക്കും വിചാരിച്ചു. എത്ര? 50 കിട്ടുമെന്ന് വിചാരിച്ചു നോക്കിയപ്പോ പത്രോസ് പറയുന്നത്, വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് ഇതിനാണോ നോക്കാൻ പറഞ്ഞത്? വളരെ പ്രതീക്ഷയോടെ നോക്കിയത്. അപ്പൊ പറയും, ഒന്നും തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. സ്വത്രം. ഞങ്ങളെ നോക്കാൻ പറഞ്ഞിട്ട് പറയും, ഒന്നും തരാം. സ്വത്രം. പക്ഷെ സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ, പലരും തന്നതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, പുതിയതൊന്നും തരാം. 40 വർഷം കൊണ്ട് നിനക്ക് കിട്ടാത്ത ഒന്ന് ഞാൻ തരാൻ പോവാം. എന്താണെന്നറിയാമോ? നസറേയനായ യേശുവിന്റെ നാമം. ഞാൻ പറയാറുണ്ട്, പണം കൊണ്ടൊന്നും പ്രശ്നം എന്ത് ചെയ്യത്തില്ല, പരിഹരിക്കാൻ പറ്റുമോ? അങ്ങനെ പരിഹരിച്ചുകൊണ്ട് കാണിക്കാമോ? ഞാനെന്റെ പിതാവുമായിട്ട് RCCയിലെ
ട്രീറ്റ്മെന്റിന് പോയപ്പോ അവിടെ സ്തോത്രം ലക്ഷാധിപതിയും കോടിപതിയും ആയ ഒരു മനുഷ്യൻ വന്നിട്ട് ആ വരാതെ ഇരുന്ന് ഡോക്ടറോട് പറയുന്നു, പ്ലീസ് എന്റെ മമ്മിയെ തിരിച്ചു കാണണം. എന്റെ മമ്മിയെ ഡോക്ടർ പറഞ്ഞു, പ്രേ ടു ഗോഡ്, ദൈവത്തോട് പറഞ്ഞു, ദൈവത്തിനെ പറ്റത്തുള്ളൂ. എന്നാ കാര്യം? അദ്ദേഹം പറഞ്ഞു, എത്ര കാശ് വേണമെങ്കിലും ഞാൻ മുടക്കാം, എനിക്ക് ആരെ വേണം? എന്റെ മമ്മിയെ. പക്ഷെ ഞാൻ അന്നാ വിളിച്ചു പറയാം, പണം കൊണ്ട് പരാജയപ്പെട്ട എത്രയോ ചരിത്രം. പക്ഷേ പണം പരാജയപ്പെട്ടെടുത്ത്, പാരമ്പര്യം പരാജയപ്പെട്ടെടുത്ത്, സ്വന്തം ആരോഗ്യം തോറ്റുപോയെടുത്ത് വെളിപ്പെട്ടൊരു നാമമുണ്ട്. നാമത്തിന്റെ പേരാണ് യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം. പൗലോസ് നാമം പറയാൻ ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഈ നാമത്തിൽ എന്തോ ഉണ്ട്? ചില പ്രത്യേകതകൾ. ഒന്ന്, വിവാഹം ചെയ്തു കഴിഞ്ഞാൽ വിവാഹ സർട്ടിഫിക്കറ്റിൽ ഭാര്യയുടെ പേരിനോട് ചേർന്ന് അടുത്ത പേരെന്താണ്? ഭർത്താവിന്റെ പേരാണ്. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, ആ പേര് ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. സ്തോത്രം. ഒരു ഭാര്യ, സ്തോത്രം, ഷീബ ജോർജിനെ ഷീബ തോമസിന്റെ കൂടെ വിടുക. അപ്പൊ ആരായി? തോമസ്. എന്താ കാര്യം? എന്താ കാര്യം? ഉടമ്പടിയിൽ എന്ത് ചെയ്തു? സൈൻ. ഉടമ്പടിയിൽ ഒപ്പിട്ടെങ്കിലേ പേര് വരുത്തും. ഈ യേശുവിന്റെ നാമം ഇതുപോലെ. ഈ ഉടമ്പടി ഇല്ലാത്തവൻ ഈ നാമം ഉപയോഗിച്ചാൽ ഫലപ്പെടത്തില്ല. പലരും എന്റെ നാമത്തിൽ വരും നിങ്ങളെ തെറ്റിക്കാൻ വരും. പക്ഷെ വേദപുസ്തകം പറയുന്നു, ഉടമ്പടി ഉള്ളവൻ ഈ നാമം എടുത്താൽ അത്ഭുതമാണ്. മനസ്സിലാക്കുന്നുണ്ട്? We need a covenant relationship with God. ദൈവമായിട്ട് ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നെങ്കിലേ ആ യേശുവിന്റെ നാമം അത്ഭുതമാകത്തുള്ളൂ. പലരും യേശുവിന്റെ നാമം പറയുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. എന്താ കാര്യം അറിയാമോ? എന്തോ ഇല്ല. ഉടമ്പടി. ഇത് ഏതാ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ യേശുവായിട്ടുള്ള ബന്ധമല്ല. ഒരു കാർ കിട്ടണം പാസ്റ്റർ, സ്വന്തം. ഒരു വീട് വെക്കണം, മോളെ US ബൂസ്റ്റഡി വിടണം, സ്വന്തം. ക്രിസ്ത്യാനി പഠിക്കാൻ വിടണം. ഇതിനു വേണ്ടിയാണോ യേശുവിന്റെ നാമം? ആണോ? ആണെന്നാ തോന്നുന്നു. പക്ഷെ ഞാൻ അതാ വിളിച്ച് പറയാം, അതിനൊന്നും യേശുവിന്റെ നാമം ഇത് ഉടമ്പടിയുടെ നാമമാണ്. സ്തോത്രം. നമ്മൾ ഉടമ്പടി ചെയ്താൽ ആ പേര് നമ്മുടെ കൂടെ അങ്ങ് പോരും. വിവാഹ രജിസ്റ്ററിൽ വൈഫ് ഒപ്പിട്ട് കഴിഞ്ഞപ്പോ മുതൽ ആ പേര് അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതുപോലെ യേശുവുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുത്ത ഒരു വ്യക്തിയുടെ കൂടെ സഞ്ചരിക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. ഇനി എറണാകുളത്ത് ഏതെങ്കിലും ഒരു ട്രാഫിക് ഉള്ള സ്ഥലത്ത് ഒരു ട്രാഫിക് പോലീസുകാരുടെ യൂണിഫോം എടുത്ത് ഞാൻ ഇട്ടാലും കൈ കാണിച്ചാൽ വണ്ടിക്കാരൻ ചെയ്യും. എന്താ കാര്യം? എന്റെ പ്രത്യേകതയല്ല, എന്റെ പേരുടെ ഷർട്ടിന്റെ പ്രത്യേകത. ഇതുപോലെ യേശുവിന്റെ നാമം ഇതുപോലെയാണ്. നമ്മുടെ യോഗ്യത ഈ നാമം വീണാൽ ചിലർ നമ്മുടെ മുമ്പിൽ സ്റ്റോപ്പ് ആവുന്നവർ. എനിക്ക് മനസ്സിലാകുന്ന പ്രതികരണം വ്യത്യാസം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പക്ഷെ കുഴപ്പമില്ല, ഈ പ്രതികരണത്തിലൂടെ എങ്കിലും ആ നാമത്തിലേക്കൊന്ന് വരണം. നമ്മുടെ അപ്പച്ചന്മാർ പാടി, യേശുവിൻ നാമം, എന്റെ യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ ആശ്രയമേ, ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഇവിടെ യേശുവിന്റെ നാമത്തിന്റെ ഒരു പ്രത്യേകത ഉടമ്പടിയുടെ നാമമാണ്. രണ്ടാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അധികാരത്തിന്റെ നാമമാണ്. ഒരു സാധാരണക്കാരന്റെ മേൽ യൂണിഫോം വീണപ്പോൾ ട്രാഫിക് സ്റ്റോപ്പ് ആയതുപോലെ യേശുവിന്റെ നാമം, അധികാരം നമ്മുടെ മേൽ വീണാൽ ശത്രുവിന്റെ പദ്ധതികൾ സ്റ്റോപ്പ് ആകും. അടുത്തത് ഹല്ലേലൂയ. ഇവിടെയുള്ള ആരെങ്കിലും ഒരാൾ എനിക്ക് പൈസ തരാനില്ല, തരണമെന്നല്ല ഞാൻ പറയുന്നത്, തരാനില്ല, ചെക്ക് തരികയാണെന്ന് വെച്ചു, സ്തോത്രം. അയാളുടെ സിഗ്നേച്ചർ കൊണ്ട് അയാളുടെ അക്കൗണ്ട് എനിക്ക് ഓപ്പൺ ചെയ്യാം. മനസ്സിലായില്ല? സ്തോത്രം. എന്നാ കാര്യം? എന്തോ കിട്ടി എന്റെ കയ്യിൽ? എന്നാ കിട്ടി എന്ന് പറഞ്ഞ ഈ ചെക്ക് കൊണ്ട് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ്, അയാളുടെ നിക്ഷേപങ്ങളെ ഞാൻ തുറക്കുകയാണ്. യേശുവിന്റെ നാമം കൊണ്ട് സ്വർഗീയ നിക്ഷേപങ്ങളെ തുറക്കാം. എനിക്ക് അക്കൗണ്ട് വേണമെന്നില്ല, എന്റെ അക്കൗണ്ടിൽ പൈസ വേണമെന്നില്ല, but I have a check. ഹല്ലേലൂയ. യേശുവിന്റെ നാമം ഒരു ചെക്ക് പോലെയാണ്. സ്വർഗത്തിലെ നിക്ഷേപങ്ങളെ തുറക്കാൻ നല്ലൊരു സ്വർഗം സൈനിട്ട പേരാണ് യേശുവിന്റെ നാമം. ഉടമ്പടിയുടെ നാമം
അധികാരത്തിന്റെ നാമം അടുത്തത്. സ്തോത്രം. നിക്ഷേപങ്ങളെ തുറക്കുന്ന ഒരു ഉദാഹരണം പറയാം. ഈ വിദ്വാൻമാരുടെ മുമ്പിൽ ഒരു നക്ഷത്രം കിട്ടി. നക്ഷത്രം കണ്ടവർ അത്യന്തം, മത്തായി 2:10 സൺഡേ സ്കൂളിലെ ലെസൺ, നക്ഷത്രം കണ്ടവർ അത്യന്തം സന്തോഷിച്ചു. എന്തിനാ ഈ നക്ഷത്രത്തിന് ഞാനൊരു പേര് കൊടുക്കാം? ഇത് വെളിപ്പാടാണ്. ഈ വെളിപ്പാട് കിട്ടിയവർ ഇടയ്ക്ക് കൊട്ടാരത്തിൽ കയറി. എവിടാ? ഏത് കൊട്ടാരത്തില? കേരളാവിന്റെ കൊട്ടാരത്തിൽ. വെളിപ്പാടില്ല തുടക്കമെങ്കിലും ഇടയ്ക്ക് അങ്ങോട്ട് കയറും. അതുകൊണ്ടാണ് റാമയിൽ ഒരു ശബ്ദം, നിലവിളി. നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. കേട്ടിട്ടുണ്ടല്ലോ ഈ വചനമൊക്കെ അല്ലേ? സ്തോത്രം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇടയ്ക്ക് കൊട്ടാരത്തിൽ കയറിയിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ജീവനോടിരിക്കേണ്ട പലതും മരണത്തിന് കീഴടങ്ങി. വെളിപ്പാട് കിട്ടിയവൻ പിന്നെയും കൊട്ടാരത്തിലെ ബുദ്ധിയുടെ കൊട്ടാരത്തിൽ കയറി മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കരുത്. സ്തോത്രം. വെളിപ്പാട് കിട്ടിയവൻ കൊട്ടാരത്തിലേക്ക് സംഭവിച്ചത് നിരപരാധികളെ 2 വയസ്സിന് താഴെയുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. സ്തോത്രം. പിന്നെയും വെളിയിൽ ഇറങ്ങിയപ്പോൾ സ്റ്റിൽ ദ സ്റ്റാർ വാസ് ദേർ. ഹല്ലേലൂയ. നക്ഷത്രം അവിടെ തന്നെ. മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പിന്നെയും അവർ എന്ത് ചെയ്തു? ആ നക്ഷത്രത്തിന്റെ പിന്നാലെ പോയി. സത്യത്തിൽ ഈ വെളിപ്പാട് അവരെ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇൻ ബിറ്റ്വീൻ അവരെവിടെ കയറി? കൊട്ടാരത്തിൽ. ബുദ്ധിയിൽ ആശ്രയിച്ചാൽ നഷ്ടങ്ങൾ സംഭവിക്കും. വെളിപ്പാടെ ഫോളോ ചെയ്താൽ എത്തേണ്ടടുത്തെത്തും. അതുകൊണ്ട് എന്താ സംഭവിച്ചതറിയാം? ഈ വിദ്വാൻമാരുടെ കയ്യിൽ 3 നിക്ഷേപ പാത്രങ്ങളുണ്ട്. ഒന്ന് പൊന്ന്, 2 നൂല്, അടുത്തത് കുന്തിരിക്കം. ഇത് 3 കൊട്ടാരത്തിൽ തുറക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിനേക്കാൾ വിലയുള്ളത് എവിടെ ഉണ്ട്? മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ എന്നോട് പറയണം, ഇതിലും വിലപ്പെട്ട സാധനം ഈ കൊട്ടാരത്തിലുണ്ട്. ഞാൻ പറയാറുണ്ട്, ബുദ്ധിയുടെ കൊട്ടാരത്തിലേക്ക് നീ കയറിയാൽ നിന്റെ നിക്ഷേപ പാത്രങ്ങളെ ഓപ്പൺ ചെയ്യാൻ നിന്റെ ടാലന്റുകളെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ദൈവം ഇമ്പാർട്ട് ചെയ്തിരിക്കുന്ന ടാലൻസ് ഉണ്ട്. അത് ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യത്തില്ല. മനസ്സിലാവുന്നുണ്ട്? പക്ഷെ വെളിപ്പാടിന്റെ പുറകെ പോയാൽ അത് പ്രവർത്തിക്കും. ഞാൻ പറയാം, ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ BJPക്കോ എന്നെ കിട്ടിയാൽ എന്നാ ചെയ്യും? കൊടി പിടിച്ചുകൊണ്ട് നടക്കാം. പക്ഷെ യേശുവിന്റെ എന്നെ കിട്ടിയാലും എനിക്ക് മസ്കറ്റ് വരാം. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ ഞാൻ വിളിച്ചു പറയാം, വെളിപ്പാടിന്റെ പിന്നാലെ പോയാൽ നിനക്കെതിരായി നിൽക്കുന്ന പദ്ധതികളെ ആ നാമം കൊണ്ട് തകർക്കാം. ഈ സമയത്ത് ചില പദ്ധതികളെ ദൈവം പൊളിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് നിങ്ങൾക്ക് വിരോധമായി പിശാച് ഒരുക്കി വെച്ച ചില ചാർജുകളെ യേശുവിന്റെ നാമം കൊണ്ട് തകർക്കാം. ഒരു ഉദാഹരണം പറയാം. നമുക്ക് വേഗത്തിൽ തിരിച്ചു കാണാം. ചില സമയത്തിലേക്ക് വരിക. ഒരിക്കലൊരു പ്രത്യേക കഥ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ കഥയാണ്. ഒരു കൊട്ടാരത്തിൽ, ഒരു രാജ്യത്തിന് നിയമമുണ്ട്. ഒരു രാജാവിന് 3 വർഷമേ ഭരിക്കാൻ പറ്റൂ. എത്ര വർഷം? 3 വർഷം. ഈ 3 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ 3-ാം വർഷം ഇയാളെ സെൻഡ് ഓഫ് ചെയ്യുന്നത് കാട്ടിലേക്കാണ്. അവിടുത്തെ ദുഷ്ടമൃഗങ്ങൾ അയാളെ കടിച്ചു തീർത്തിട്ടു. അതുകൊണ്ട് ആരും ആരാകത്തില്ല. അപ്പൊ അന്നത്തെ പോസ്റ്ററിലൊക്കെ ഫോട്ടോ, ഈ പരസ്യം വന്നു, രാജാവിന് ആവശ്യമുണ്ട്. രാജാവിന് കഥ കേട്ടോ, രാജാവിന് ആവശ്യമുണ്ട്. ആരും രാജാവായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ രാജ്യത്തിലെ സാധുവായ ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ രാജാവാണ്. അവസാനം അടുത്ത ട്രാൻസ്ഫർ എങ്ങോട്ടാണ്? കാട്ടിലോട്ടാ. അത് മനസ്സിലാക്കുന്നുണ്ടോ? അവിടെ കുഴപ്പമില്ല, എങ്ങോട്ടാണെങ്കിലും ഞാൻ രാജാവ്. 3 വർഷം എനിക്ക് നിൽക്കാമല്ലോ. സ്തോത്രം. ഈ മനുഷ്യൻ കൊട്ടാരത്തിലേക്ക് ചെന്നു. ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ സ്തോത്രം ആദ്യം ചെയ്തെന്താണെന്നറിയാമോ? ആ കാടൊക്കെ വെട്ടി മാറ്റി. കാട്ടിലെ മൃഗങ്ങളെല്ലാം പിടിച്ച് സൂവിലിട്ടു. സ്തോത്രം. മനസ്സിലാക്കുന്നു? സൂവിലിട്ടു. സ്തോത്രം. എന്നിട്ട് ഇതിനേക്കാൾ മനോഹരമായ ഒരു കൊട്ടാരം അവിടെ പണിതു. കാരണം 3 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകണം. ഇതാ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. പ്രിയപ്പെട്ടവരെ, ആത്മാവ് കൊണ്ട് 1000 വാക്ക് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ഒറ്റ വാക്കിൽ ഞാൻ തുടക്കം മുതൽ ഒടുക്കം വരെ അന്യഭാഷ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും? ഇല്ല. ഇപ്പൊ പലതും മുടി കിട്ടുന്നുണ്ടോ? ഞാൻ പറയാം, ഈ ഭൂമി ഇതുപോലെയാണ്. ബുദ്ധിമാനായ മനുഷ്യൻ തന്റെ ഭാവിയിൽ ചിലരുടെ കൊട്ടാരത്തെ സജ്ജമാക്കിയതുപോലെ ഈ ഭൂമിയിൽ ബുദ്ധിയോടെ ജീവിച്ചാൽ അപ്പുറത്ത് കൊട്ടാരം വരും.
എന്നാൽ ആത്മാവിൽ ബുദ്ധിയുള്ളവരായി മാറണം. സ്തോത്രം. അതുകൊണ്ടാണ് അങ്ങേ കരയിൽ നിന്നും നാം നേടിയത് എന്തെന്ന് ഇവിടെ വെച്ച് എന്നാ നേടി അതിൽ ഇവിടെ വെച്ച് കാണാം. പക്ഷേ ഇവിടെ വെച്ച് വല്ലതും നേടിയെന്ന് അറിയുന്നത് അവിടെ വെച്ച്. ഇവിടെ വെച്ച് വല്ലതും നേടിയെന്ന് അറിയുന്നത് എവിടെ വെച്ചാണ്? അവിടെ വെച്ചാണ്. അതുകൊണ്ട് ഇവിടെ എങ്ങനെ ജീവിക്കണമെന്ന് ബൈബിൾ പറയുന്നു. യേശുവിന്റെ നാമം നിക്ഷേപങ്ങളെ തുറക്കുന്നു. പിന്നെ വേറൊരു പദമുണ്ട്, പവർ ഓഫ് അറ്റോർണി. കേട്ടിട്ടുണ്ടോ? സ്വത്രം ചെയ്തിട്ടുള്ളവർ കാണില്ല. സ്വത്രം. ഭർത്താവ് ഇവിടെ ആയതുകൊണ്ട് ഭാര്യയ്ക്ക് അദ്ദേഹത്തിന്റെ സകല അവകാശങ്ങളും അയാളുടെ അസാന്നിധ്യത്തിൽ അവിടെ ഉപയോഗിക്കാം. സ്വത്രം. അതിന് ഭർത്താവ് എല്ലാ അധികാരം ആർക്ക് കൊടുത്തിരിക്കുന്നു? ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്നു. പവർ ഓഫ് അറ്റോർണി. എല്ലാം ഉപയോഗിക്കാം. സ്വത്രം. ഇതാണ് യേശുവിന്റെ നാമം. സ്വർഗം കൈമാറിയ പവർ ഓഫ് അറ്റോർണിയാണ് the name of Jesus. യേശുവിന്റെ അസാന്നിധ്യത്തിൽ, യേശു ശരീരം കൊണ്ട് ഇവിടെ ഇല്ലെങ്കിലും his presence, invisible presence is here. യേശുവിന്റെ അദൃശ്യമായ സാന്നിധ്യം രണ്ടോ മൂന്നോ പേർ കൂടുന്നിടത്ത് ആ invisible presence ഇറങ്ങിയിട്ട് നമ്മുടെ മേൽ ആ അധികാരം മുഴുവൻ വെളിപ്പെടുത്തും. ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി അലറാൻ തുടങ്ങി. ഭൂതം പൈശാചികത്തെ അലറാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു കർത്താവ് ഇത് എന്നെ. കർത്താവ് പറഞ്ഞു, ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? യേശു എവിടെ ഉണ്ടോ അത്ഭുതം നടക്കും. നീ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ നാമം സ്വീകരിക്കാൻ തയ്യാറാണോ? യേശുവിന്റെ നാമം സ്വീകരിക്കാൻ തയ്യാറാണോ? അത്ഭുതങ്ങളുടെ നാമമാണ്. പത്രോസ് ആ നാമം പറഞ്ഞപ്പോൾ സ്തോത്രം, ഈ മുടന്തനായ മനുഷ്യന്റെ ശരീരത്തിന്റെ അറകളെ കീറി ആ നാമം അങ്ങ് ഇറങ്ങി. സ്തോത്രം. അത് എവിടെ വരെ ചെന്നെന്നറിയാമോ? സ്തോത്രം. വാക്സിൻ കൊടുത്താൽ മാറാത്ത, സ്തോത്രം, പോളിയോ ആണെന്ന് പറഞ്ഞ് മാറാത്ത, സ്തോത്രം, അല്ലെങ്കിൽ TB ആണെന്ന് പറഞ്ഞ് മാറാത്ത, കാലിലെ ഞരമ്പുകൾ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞ് മാറാത്ത ആ രോഗബന്ധനങ്ങളെ 40 വർഷം കൊണ്ട് മാറാതെ കിടന്ന രോഗബന്ധനങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇറങ്ങി ചെന്നു. വർഷങ്ങളായിട്ട് കിടക്കുന്ന പ്രതിസന്ധികളുടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇറങ്ങി വരിക. ഞാൻ പറയാറുണ്ട്, we have to declare our deliverance. നമ്മുടെ ഡെലിവറൻസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ചെയ്യാൻ പറ്റുമോ? പണ്ട് മുതലേ 5 മണിയാകുമ്പോൾ കുട്ടയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ തോക്കാതിരിക്കാൻ വേണ്ടി പഠിപ്പിച്ചതാകട്ടെ. സ്വത്രം. അല്ലെങ്കിൽ ഞായറാഴ്ച ഒന്നും തരത്തില്ല ഉപസിക്കണം 10ാം ക്ലാസ് ജയിക്കാൻ. അല്ലെങ്കിൽ സ്വത്രം. അങ്ങനെ അമ്മമാര് നല്ല അമ്മമാരായിരുന്നു കേട്ടോ. സ്വത്രം. മുട്ടയിൽ ഇരുന്ന് രാവിലെ എഴുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അറിയാതെ പ്രാർത്ഥിക്കും, രാജ്യങ്ങളുടെ വാതിൽ തുറന്നു വരട്ടെ, പട്ടണങ്ങളുടെ വാതിൽ. ഒരിക്കൽ സൂപ്പർ ഫാസ്റ്റിൽ അടൂരിൽ നിന്ന് കോട്ടയത്ത് പോകുമ്പോൾ മുളക്കയുടെ ചർച്ചക്കൂടിന്റെ ബോർഡ്. സ്വത്രം. ഞാൻ ആ മെസ്സേജ് എടുത്തു ഇങ്ങനെ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ പ്രസംഗിച്ചിരിക്കുക. സ്വത്രം. എന്താ പറയാൻ പറ്റത്തില്ല? നിങ്ങൾക്ക് പറ്റത്തില്ല. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഐ ഹാവ് എ കോൺഫിഡൻസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാരണം എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും തരാമെന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഉറപ്പ് വേണം, കോൺഫിഡൻസ് വേണം. ഞാനിങ്ങനെ പറഞ്ഞു പ്രസംഗിച്ചിരിക്കുക. സ്വത്രം. 1 മാസമായില്ല, എനിക്കൊരു ഫോൺ കോൾ വരുന്നു. ശനിയാഴ്ച പ്രോഗ്രാം ഉണ്ടോ? സ്വത്രം. ഇല്ല. എന്നാ പോരെ. എങ്ങോട്ടാ? മുളക്കഴിക്കും. സ്വത്രം. സ്വത്രം. ചുമ്മാ എന്ന് പറയില്ല, ഇവിടെ വെറുതെ നിൽക്കല്ലേ. പുൾപിറ്റിൽ ഒത്തിരി വില കൊടുത്തിട്ട് നിൽക്കുന്നത്. ആത്മാവ് വിളിച്ചു പറയാം, യേശുവിന്റെ നാമം ശരീരത്തിന്റെ അറകളെ കീറുന്ന നാമമാണ്, ഓപ്പറേഷൻ നടത്തുന്ന നാമമാണ്, രക്തങ്ങളെ അഴിക്കുന്ന നാമമാണ്. ഈ സമയത്ത് ചില ശരീരങ്ങളിലേക്ക് സാന്നിധ്യമുണ്ട്.
യേശുവിന്റെ നാമം ഈ മുടന്തനിൽ, ഈ പിച്ചക്കാരിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരും. എന്നെ കൊണ്ടൊന്ന് മാറ്റം അറിയാമോ? സ്തോത്രം. 40 വർഷം പഴക്കമുള്ള രോഗം മാറി. ഏതാ 40 വർഷം പഴക്കമുള്ള രോഗം? എന്തോ പറഞ്ഞപ്പോൾ യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ പാരമ്പര്യമായി നിൽക്കുന്നത് മാറി. ചില പാരമ്പര്യങ്ങൾ മാറുന്നത് എപ്പോഴാണ്? ഈ നാമം പറയാത്തോണ്ടാണ് ചില പാരമ്പര്യം മാറാത്തത്. പരമ്പരാഗത ശൈലിയുടെ കെട്ടടിച്ചു വിട്ടു. ഞാൻ സാധാരണ വലിയ പ്രസംഗ ഭാഷയൊക്കെ മാറ്റിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. സ്വന്തം എന്റെ കാര്യമാണ് അത് വേണ്ടത്. സ്വന്തം വേദനാഥോട് രേഖപ്പെടുത്തിയിരിക്കുക 40 വർഷത്തെ പഴക്കം മാറ്റി. സ്വതന്ത്രം. പിന്നീട് എഴുതിയിരിക്കുന്നു അവന്റെ പേരൊക്കെ മാറി. എന്താ അവന്റെ പേര്? ചട്ടുകാരൻ, പിച്ചക്കാരൻ, രണ്ടുപേരും അല്ലേ? മുടന്തനും പിച്ചക്കാരന്റെ പേരെന്ത് ചെയ്തു? മാറി. കാരണം ഇപ്പൊ അവരെന്തോ ഇല്ല, മുടന്തൻ ഇല്ല. ഇനി അവന് ഭിക്ഷ എടുക്കേണ്ട കാര്യം ഇത് രണ്ടും മാറി. പേര് മാറ്റുന്ന നാമമാണ് യേശു. ഒരു ശൈലിയുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. മുടന്തൻ ഇവിടെ കടന്നുകൂടാ ആലയത്തിൽ. അതുകൊണ്ടല്ലേ അവൻ വഴിയിൽ ഇരിക്കേണ്ടി വന്നു. പക്ഷെ യേശുവിന്റെ നാമം പറഞ്ഞപ്പോ നരിയാണി ഉറച്ചവൻ തുള്ളി ചാടാൻ തുടങ്ങി. സ്വതന്ത്ര തുള്ളിച്ചാടി അവൻ എവിടെ എത്തി? എവിടെ കയറ്റത്തില്ലെന്ന് ന്യായപ്രമാണം പറഞ്ഞു, അവിടെ തുള്ളി ചാടി കയറ്റി. യേശുവിന്റെ നാമം പറയുമ്പോൾ നിന്നെ കയറ്റത്തില്ലെന്ന് പറയുന്ന, നിനക്ക് എൻട്രൻസ് തരത്തില്ലെന്ന് പറയുന്ന ചില പേരുകൾ പൊളിയാൻ പോകുകയാണ്. ശക്തമായിട്ട് ആ മെസ്സേജ് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, സ്തോത്രം, 40 വർഷത്തെ ആ പഴക്കമുള്ള രോഗം അത് മാറുക. 2 അവന്റെ പേര്. 3 അവന്റെ ഇരിപ്പിടം സ്ഥിരമായിട്ടൊരു സീറ്റിൽ അവന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അവരെ ആ സീറ്റിൽ തന്നെ എന്ത് ചെയ്തിരിക്കുക അല്ലേ? പറയാം, നമ്മളെ പറയാം ഇത്ര വർഷങ്ങൾ കൊണ്ട്. പക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് ഐ നീഡ് എ ചേഞ്ച്. എനിക്ക് എന്ത് വേണം? ഒരു മാറ്റം വേണ്ടേ? എത്ര പേർ പ്രാർത്ഥിക്കും? എനിക്കൊരു മാറ്റം പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ മാനുഷികമായ പരിമിതികൾ നമുക്കുണ്ട്, പക്ഷേ യേശുവിന്റെ നാമം ആ പരിമിതികളെ ജയിക്കുന്ന നാമമാണ്. ഇരിപ്പിടമാണ്. അത് സാധാരണ ഉപയോഗിക്കുന്ന രസമുണ്ട്. ഞാൻ എന്റെ ഭാവനയിൽ ഒരു കാര്യം പാറ്റാണെങ്കിൽ ഒരു കാലില് കൈലി പോലെ ചുറ്റി വെച്ചിരിക്കും. കാരണം എന്റെ ആ കാലിൽ എന്താ കയറത്തില്ല, പാറ്റ്. മനസ്സിലാക്കുന്നുണ്ടോ? എന്താ കാര്യം? കാല് തന്നെ പ്രശ്നം. അവന്റെ ഡ്രസ് കോഡ് എന്ത് ചെയ്തു? പിച്ചക്കാരന്റെ വേഷമാണോ ഇപ്പൊ? അല്ല. ആലയത്തിൽ പോകുമ്പോൾ പിച്ചക്കാരന്റെ വേഷത്തിൽ പറ്റത്തില്ല. അവന്റെ വേഷവിധാനം മാറി, അടുത്ത് തന്നെ ഭാഷാ ശൈലി മാറി. ഇന്നലെ വരെ അവൻ ചോദിക്കുന്ന എന്താ? വല്ലതും. ഇന്ന് അവന്റെ നാവിൽ സ്തുതി നിറഞ്ഞു. അവന്റെ നാവിൽ സ്തുതി നിറഞ്ഞു. ഇന്നലെ വരെ മറ്റു പലരും വല്ലതും അന്വേഷിച്ചുകൊണ്ട് യാചിച്ചുകൊണ്ടിരുന്നവന്റെ നാവിന്റെ മാറ്റം കണ്ടോ? അവന്റെ ഭാഷാ ശൈലി മാറിയത് കണ്ടോ? യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ഇന്ന് രാത്രി യേശുവിന്റെ നാമം മാറ്റങ്ങളുടെ നാമമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഭാഷ മാറ്റിയ, പേര് മാറ്റിയ, വേഷം മാറ്റിയ, ശൈലി മാറ്റിയ, പരമ്പരാഗത ശൈലി മാറ്റിയ, രോഗം മാറ്റിയ യേശുവിന്റെ നാമം. ഇപ്പൊ അവൻ നിൽക്കുന്ന ആരോടാണ്? പത്രോസിന്റെയും യോഹന്നാന്റെയും കൂടെ കയറി. എന്തൊരു ഭാഗ്യമോ! ഇപ്പൊ അവന്റെ സത്യത്തിൽ ഒരു ശുശ്രൂഷകനായിരുന്നു. ആ ചേഞ്ച് കണ്ടോ? ഇപ്പൊ അവൻ ആരുടെ കൂടാ? സാധാരണ ആളല്ല, അവരൊരു മിനിസ്റ്ററായി മാറി. ഞാൻ ആത്മാവിൽ പറയാം, വേഗത്തിൽ അവസാനിപ്പിക്കാം. യാക്കോബ് തന്റെ വീട് വിട്ട് ഓടിപ്പോവുകയാണ്. വീട് വിട്ട് ഓടിപ്പോകാൻ സ്വത്രം കല്ലിൽ സൂര്യൻ അസ്തമിച്ചു. സൂര്യൻ അസ്തമിച്ചപ്പോൾ കല്ല് തലയിണയായി വെച്ച് കിടന്നുറങ്ങി. സ്തോത്രം. അങ്ങനെ ഉറങ്ങാൻ നേരം അവൻ ചിന്തിച്ചു, എന്നെ ആരും കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഇവന്റെ മുമ്പിലെ ഈ സൂര്യൻ അസ്തമിച്ചെന്നറിയാമോ? ഇന്നത്തെ കാലത്ത് പട്ടണങ്ങൾക്ക് ഗേറ്റ് ഉണ്ട്. അവന്റെ മുമ്പിൽ ഒരു ഗേറ്റ് അങ്ങ് അടഞ്ഞുപോയി. അത് അടഞ്ഞില്ലായിരുന്നെങ്കിൽ അവിടുത്തെ ലോഡ്ജിൽ പോയി എന്ത് ചെയ്യാമായിരുന്നു? മനസ്സിലാക്കുന്നുണ്ടോ? അടുത്ത ലോഡ്ജിൽ പോയി താമസിക്കാമായിരുന്നു. പക്ഷെ ലോഡ്ജിലും എത്തിയില്ല, വീട്ടിലും എത്തിയില്ല, മസ്കറ്റിൽ കിടക്കുക. യേശുവിന്റെ നാമം കിടക്കാൻ നേരം ഒരു കല്ല് എന്ത് ചെയ്തു? തലണയായി വെച്ചു.
ഉറങ്ങാതിരവൻ ചിന്തിച്ചു, കർത്താവിന്റെ മുമ്പിലെ വാതിലെല്ലാം അടഞ്ഞല്ലോ. പക്ഷേ ഞാൻ ആത്മാവിൽ മനസ്സിലാക്കി, അവന്റെ മുമ്പിൽ ആ വാതിൽ അടച്ചത് എന്തിനാണെന്നറിയാമോ? സ്വർഗ്ഗം തുറക്കാൻ വേണ്ടിയാണ്. അവന്റെ മുമ്പിൽ ആ ഇരുണ്ട ഗേറ്റ് അടഞ്ഞത് എന്തിനാണെന്നറിയാമോ? തുരുപ്പെടുക്കാത്തൊരു ഗേറ്റ് ഉണ്ട്, സ്വർഗീയ വാതിൽ. അതിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്ത് അവൻ കണ്ടു. ബദലിന്റെ ദൈവത്തെ അവൻ കണ്ടു. It was a personal encounter with God. ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടർ ഏർപ്പെട്ടു. അതുവരെ അവൻ ഉടമ്പടിയുള്ളവനായി മാറി, ആരാധനക്കാരനായി മാറി. അവൻ യാഗം കഴിക്കാൻ തുടങ്ങി. അവൻ കണ്ട ദൈവത്തെ അവൻ സ്വന്തമായി കാണാൻ തുടങ്ങി. അപ്പോൾ അവന്റെ പേര് മാറി. അവന്റെ പേര് ഇനി എന്തല്ല, യാക്കോബല്ല, പിന്നെ എന്താ? ദൈവമായിട്ട് ഉടമ്പടിയുള്ളവന്റെ പേര് മാറി. കണ്ണുകൾ അടയ്ക്കും, എല്ലാ കണ്ണുകൾ അടയ്ക്കും. എല്ലാവരും പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ നാമം അത്ഭുതത്തിന്റെ നാമമാണ്. എല്ലാ കണ്ണുകളും, എല്ലാ കണ്ണുകളും. ഏകനെന്നു നീ കരുതിടുമ്പോൾ തുണയായാരുമില്ലെങ്കിലും, ഏകനെന്നു നീ കരുതിടുമ്പോൾ തുണയായാരുമില്ലെങ്കിലും, തലയിടയായി കൽമാത്രം എന്തെന്നുണ്ടോ കോവേടിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. തലയിടയായി കൽമാത്രം എന്തെന്നുണ്ടോ കോവേടിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. യേശുവിന്റെ നാമം നമ്മുടെ ആയുധമായി മാറട്ടെ. യേശുവിന്റെ നാമം നമ്മുടെ അധികാരമായി മാറട്ടെ. യേശുവിന്റെ നാമം നിക്ഷേപങ്ങളെ തുറക്കുന്ന നാമമായി മാറട്ടെ. യേശുവിന്റെ നാമം ശരീരത്തിന്റെ അറകളെ കീറി കാലുകളെ ഉറപ്പിക്കുന്ന നാമമായി മാറട്ടെ. യേശുവിന്റെ നാമം തെരുവിൽ നിന്ന് ആലയത്തിലേക്ക് കൊണ്ടുപോകുന്ന നാമമായി മാറട്ടെ. യേശുവിന്റെ നാമം ഭാഷ മാറ്റുന്ന നാമമായി മാറട്ടെ. യേശുവിന്റെ നാമം വിടുവിക്കുന്ന നാമമായി മാറട്ടെ. മാനവരുടെ എല്ലാം വിളിച്ചു പറ, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഓരോ ഭാഷ ശരീരത്തിലേക്ക് സാന്നിധ്യം കൊടുക്കട്ടെ. ചില കുടുംബങ്ങളിലേക്ക് സാന്നിധ്യം കൊടുക്കട്ടെ.